ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, നമുക്കറിയാം സോൾ ട്രേഡർ അല്ലേ, നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഒരാൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരാൾ നടത്തുന്നതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് സോൾ ട്രേഡർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സോൾ ട്രേഡർ തയ്യാറാക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് എന്നും പറയും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ബിസിനസ് കൺസേൺസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ അക്കൗണ്ടിങ് പീരീഡിലും ആ ബിസിനസ്സിന് എന്തൊക്കെ പ്രോഫിറ്റാണ്, എത്ര ലോസാണ് എന്നൊക്കെ മനസ്സിലാക്കാനും ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഒരു സോൾ ട്രേഡറിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഒരു സോൾ ട്രേഡറിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്? 1 ട്രേഡിംഗ് അക്കൗണ്ട്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നുമാണ് ഒരു സോൾ ട്രേഡറിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്. ഇതൊക്കെയാണ് ആ ഫൈനൽ അക്കൗണ്ട്സ്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ദി അക്കൗണ്ട് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദി ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് പ്രോഫിറ്റ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഏതാണ് തയ്യാറാക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടാണ്. which is the difference between sales and cost of goods sold or services rendered by an enterprise. നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. സെയിൽസിൽ നിന്നും എത്ര ഗുഡ്സാണോ നമ്മൾ വിറ്റത് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അത് തിയറി പോലെ എഴുതിയിരിക്കുകയാണ് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി പ്രിപ്പയർഡ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ തയ്യാറാക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏത്? ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇതിൽ പഠിച്ച പോയിൻ്റ് ഏതാ? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ ട്രേഡിംഗ് റിസൾട്ട് മനസ്സിലാക്കാൻ, പിന്നെ നമുക്കത് കമ്പാരിസന് സഹായിക്കും. പിന്നെ എന്താണ്? റേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതായത് റേഷ്യോസ്, അതായത് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഗ്രോസ് പ്രോഫിറ്റ് അല്ല ട്രേഡിംഗ് അക്കൗണ്ട് നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ് തയ്യാറാക്കാനാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദി ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് sales over cost of goods sold, or it is the difference between sales and cost of goods sold. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, അത് നമ്മൾ എന്തിൽ നിന്ന് കുറയ്ക്കും? സെയിൽസിൽ നിന്ന് കുറയ്ക്കുന്നതാണ്.
It is the difference between sales and cost of goods sold when sales is more than cost of goods sold. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കണം, എക്സാമിൽ ചോദിക്കും. ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ സെയിൽസിൽ നിന്ന് നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ് കുറയ്ക്കണം, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ് കൂട്ടും, ഡയറക്റ്റ് എക്സ്പെൻസസ് കൂട്ടും, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം, ഇത് ചോദിക്കും. ഓക്കെ, എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ് കൂട്ടും, ഡയറക്റ്റ് എക്സ്പെൻസസ് കൂട്ടും, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ് കൂട്ടും, ഡയറക്റ്റ് എക്സ്പെൻസസ് കൂട്ടും, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് വെച്ചിട്ട് ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ദ ഫോളോയിങ് റിലേറ്റ് ടു എ കൺസേൺ ഫോർ ദി ഇയർ 2019. ഇവിടെ നമുക്ക് എല്ലാ വിലകളും തന്നിട്ടോ നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതുന്നു. എന്തൊക്കെയാണ്? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഇതിനകത്ത് സെയിൽസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 80,000 എന്ന് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 15,000, അത് നമ്മളെടുത്ത് എഴുതി. ദെൻ പർച്ചേസസ് എത്രയാണ്? 35,000, അതെടുത്ത് എഴുതി. ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്? 4,000, അതും എടുത്ത് എഴുതി. ദെൻ മൈനസ് ഇട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 12,000, അതും എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 42,000 എന്ന് കിട്ടി. ഒക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയെന്ന് കിട്ടി? 42,000 എന്ന് കിട്ടി. സെയിൽസ് 80,000. അപ്പോൾ 80,000-ൽ നിന്നും 42,000 കുറച്ച് എത്ര കിട്ടി നമുക്ക്? ഗ്രോസ് പ്രോഫിറ്റ് 38,000 നമുക്കിവിടെ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ്. മനസ്സിലായോ? ഈ കണക്ക് ചെയ്ത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിൻ്റെ എല്ലാം വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 42,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 80,000. 80,000-ൽ നിന്ന് 42,000 കുറച്ച് 38,000 കിട്ടി. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ എക്സാം ചിലപ്പം ക്വസ്റ്റ്യൻ കാണും. നമുക്ക് ഇക്വേഷനൊക്കെ മനസ്സിലാക്കി. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്താണ് കണ്ടുപിടിക്കാനാണ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതെങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് ചെയ്യുന്നതെന്നും കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഡെബിറ്റിംഗ് ഇറ്റ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് പർച്ചേസസ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ബൈ ക്രെഡിറ്റിംഗ് ദി സെയിം വിത്ത് സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അതാണ്ടേ ഇതാണ് നമ്മളിപ്പം തിയറി ആയിട്ട് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് എന്താണ്
ഡെബിറ്റ് കോളം ഉണ്ട്, ക്രെഡിറ്റ് കോളം ഉണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഫസ്റ്റ് കോളം ഡെബിറ്റും രണ്ടാമത്തേത് ക്രെഡിറ്റ്. ഇനി നോക്കിയേ, ഇനി നമ്മൾ എന്താണ് തിയറിയിൽ പറഞ്ഞത്? ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഡെബിറ്റിംഗ് ഇറ്റ് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നേക്കണ്ടേ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്തു അല്ലേ? ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നെഴുതി, എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതും. ഇനി അത് കഴിഞ്ഞിട്ടോ, പർച്ചേസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് വിത്ത് പർച്ചേസസ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ബൈ ക്രെഡിറ്റിംഗ് ദി സെയിം വിത്ത് സെയിൽസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി നമ്മൾ ഡെബിറ്റിൽ എന്ത് ചെയ്തും? പർച്ചേസസ് എഴുതും. അതിൽ നിന്നും പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ, പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പർച്ചേസസിൽ നിന്നും കുറയ്ക്കും. കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ഡെബിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്തു, ദെൻ പർച്ചേസസ് എഴുതി. പർച്ചേസസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് നമ്മൾ ലെസ് ചെയ്ത് ആ എമൗണ്ട് വേണം ഔട്ടർ കോളത്തിൽ കാണിക്കാൻ. കണ്ടോ? അപ്പം നമ്മൾ പർച്ചേസ് എഴുതി, അതിനുശേഷം എന്ത് എഴുതി? പർച്ചേസ് എഴുതി, അതിനുശേഷം പർച്ചേസസ് എഴുതി, ദെൻ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് കുറച്ചു, ആ എമൗണ്ട് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്? ഫ്ലൈറ്റ് ക്യാരേജ് ആൻഡ് കാർട്ടേജ്, കസ്റ്റംസ് ഡ്യൂട്ടി, വേജസ്, ഗ്യാസ്, വാട്ടർ ആൻഡ് ഫ്യൂവൽ, ഇതെല്ലാം ഫാക്ടറി എക്സ്പെൻസസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതെന്താണെന്ന് നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് എന്താണ്? സെയിൽസ് ആണ് അല്ലേ? സെയിൽസിൽ നിന്ന് റിട്ടേൺ ഇൻവേർഡ്സ് അതല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. അപ്പോൾ എന്താണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്, റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് അതായത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്തു? ബിസിനസ് പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ എന്തെങ്കിലും എക്സ്പയറി കഴിഞ്ഞതോ അങ്ങനെ എന്തോ വന്ന് നമ്മൾ ആ സാധനം തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ്. അപ്പോൾ പുറത്തു നിന്ന് വന്ന ആ സാധനം നമ്മൾ പുറത്തേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ. നമ്മൾ പർച്ചേസ് ചെയ്തത് തിരിച്ചു കൊടുക്കുകയാണ്, അതാണ് പർച്ചേസ് റിട്ടേൺ. ദെൻ സെയിൽസ് ഇൻവേർഡ്സ്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുള്ള സാധനം നമ്മൾ പുറത്ത് ഒരു കസ്റ്റമറിന് വിറ്റു. ആ കസ്റ്റമർ അതിനെന്തെങ്കിലും ഡിഫക്റ്റ് എന്തെങ്കിലും വന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പം പുറത്ത് പോയത് തിരിച്ച് അകത്തേക്ക് വന്നു, ഇൻവേർഡിലേക്ക് തിരിച്ചു വന്നു, അല്ല അകത്തേക്ക് തിരിച്ചു വന്നു. അതാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്സ് പുറത്ത് പോയത് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, അത് നമ്മൾ പുറത്തേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായില്ല? ഔട്ട്വേർഡ്സ്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനം കസ്റ്റമർ നമുക്ക് തിരിച്ചു കൊണ്ട് തന്നു, അതാണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കുമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? സെയിൽസ് വരും, സെയിൽസ് റിട്ടേൺ വരും, ക്ലോസിംഗ് സ്റ്റോക്ക്. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ എന്താ പഠിച്ചത്? ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് അല്ലേ? എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കൂട്ടി, പർച്ചേസ് കൂട്ടി, ഡയറക്റ്റ് എക്സ്പെൻസസ് കൂട്ടി, എന്നിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താണിതെന്ന് വിശദീകരിച്ചൊന്ന് പറയണം. അതിനു മുമ്പ് കുറച്ച് ജേണൽ എൻട്രിയും കൂടെ നമ്മൾ നോക്കണം. അതായത് the entry for closing trading account by transferring the gross profit to profit and loss account. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ
നമ്മൾ എൻട്രി, അതായത് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് നമ്മൾ കണക്ക് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് 2 സൈഡും ടോട്ടൽ ചെയ്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ കിട്ടി അല്ലേ? നമുക്കിവിടെ എന്ത് കിട്ടി? നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ഇനി അതിനെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അങ്ങനെ മാറ്റുമ്പോഴുള്ള ജേണൽ എൻട്രി എങ്ങനെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഏത് സൈഡിലാണ് കാണിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുവാണ്? ക്രെഡിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോഴേ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും? അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. മനസ്സിലായോ? ദെൻ ഇഫ് ഇറ്റ് ഈസ് എ ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ അത് ആ ഒരു ഇതിൽ എവിടെയാണോ കാണിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജേണൽ എൻട്രി എഴുതാറ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് നോക്കാം. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ്? അതായത് these are the expenses which have been incurred in purchasing the goods, bringing them to the business premises and making them fit for sale. അതായത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസ്, ഡയറക്റ്റ്ലി നമുക്കുണ്ടാകുന്ന ആ എക്സ്പെൻസസുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഡയറക്റ്റ്ലി ഉണ്ടാകുന്ന എക്സ്പെൻസസ്, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസസിൽ പറയുന്നത്. ക്യാരേജ്, കാർട്ടേജ് ആൻഡ് ഫ്രൈറ്റ്. These expenses paid on purchase of goods are debited in the trading account and those paid for sales are debited in profit and loss account. അതായത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി ആ ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മുടെ എക്സ്പെൻസസുകളുണ്ടല്ലേ അല്ലേ? സെയിൽസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് പിന്നെ പറയാം. ഇപ്പം ക്യാരേജ്, ഇപ്പം കയറ്റുമതി, എന്താണ് കാർട്ടേജ് ആൻഡ് ഫ്രൈറ്റ്, അതായത് നമ്മളെ ടാക്സ് അതും ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് വേജസ് ആണുള്ളത്. അടുത്ത എന്താണ്? മാനുഫാക്ചറിങ് വേജസ് paid to workers who are engaged in the production of goods are direct expenses and are debited to the trading account. അതായത് മാനുഫാക്ചറിങ് വേജസ് ആണ്. അതായത് നമ്മുടെ ഗുഡ്സ് പ്രൊഡക്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ വർക്കേഴ്സിന് നമ്മൾ വേജസ് കൊടുക്കാറുണ്ട് അല്ലേ? അത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ് ചെയ്യുന്നത്. വേജസ് ആൻഡ് സാലറീസ് എന്ന ക്ലബ് ചെയ്താണ് നമ്മളത് എഴുതാറ് അല്ലേ? വേജസ് ആൻഡ് സാലറീസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി അത് എവിടെയാണ് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അത് സാലറീസ് ആൻഡ് വേജസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ വ്യത്യാസം? ഇപ്പോൾ വേജസ് ആൻഡ് സാലറീസ്, വേജസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ വേജസ് ആദ്യം തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇനി സാലറീസ് ആൻഡ് വേജസ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം അസറ്റിൻ്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വേജസ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ്
അത് നമ്മൾ അസറ്റ് കൺസേൺ ആയിട്ടുള്ള അസറ്റിൽ നിന്ന് അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് വേജസും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസാണ്. ഇതിൽ പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് കസ്റ്റംസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സെട്ര. ഡ്യൂട്ടീസ് ആൻഡ് അതർ ചാർജസ് പെയ്ഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആർ ഡെബിറ്റഡ് ടു ദി ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഗുഡ്സ് ഇറക്കുമതി, അതായത് നമ്മുടെ ഗുഡ്സ് നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോഴുണ്ടാകുന്ന നമുക്ക് കൊടുക്കാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫ്യൂവൽ, പവർ, ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. അടുത്തത് റോയൽറ്റീസ്. എന്താണ് ഈ റോയൽറ്റീസ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദി പേയ്മെൻറ്റ്സ് മെയ്ഡ് ഫോർ യൂസിങ് ദ റൈറ്റ് ഓഫ് അതർ പേഴ്സൺ. അല്ലെ, ഒരു വ്യക്തിയുടെ അവകാശം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന് കൊടുക്കുന്നൊരു പേയ്മെൻ്റ് ആണ് റോയൽറ്റീസ് എന്ന് പറയുന്നത്. എമൗണ്ട് പെയ്ഡ് ബൈ എ പബ്ലിഷിംഗ് കമ്പനി ടു ദ ഓതർ ഓഫ് എ ബുക്ക്, മാനുഫാക്ചറർ ടു ദ പേറ്റനി എക്സെട്ര ആർ റോയൽറ്റീസ്. അപ്പോൾ റോയൽറ്റീസിന് ഒരു എക്സാമ്പിളാണ്, ഒരു ബുക്ക്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ബുക്ക് എഴുതി, ആ എഴുതിയ ആൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടല്ലേ, ഈ പബ്ലിഷിംഗ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ബുക്കിൻ്റെ ഓതറിന് ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. എമൗണ്ട് പെയ്ഡ് ബൈ എ പബ്ലിഷിംഗ് കമ്പനി ടു ദ ഓതർ ഓഫ് എ ബുക്ക്. അപ്പോൾ ഒരു ബുക്കിൻ്റെ ആ ഓതർ, ഒരു ബുക്ക് എഴുതിയ ആ ഓതറിന് പബ്ലിഷിംഗ് കമ്പനി പൈസ കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ നമ്മൾ എന്താണ്, ഒരു വ്യക്തിയുടെ അവകാശമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മറ്റേ അത് അയാൾ എഴുതിയ ബുക്കല്ലേ, അത് ബുക്കല്ലേ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ പബ്ലിഷിംഗ് കമ്പനി എന്ത് ചെയ്യും? അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കും. അതാണ് റോയൽറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇഫ് റോയൽറ്റി ഈസ് പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ബേസിസിൽ റോയൽറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നമ്മൾ സെയിൽസിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായോ? റോയൽറ്റീസ് നമ്മൾ പ്രൊഡക്ഷൻ ബേസിസിൽ കൊടുക്കുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. സെയിൽസിൻ്റെ ബേസിലാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പാക്കിംഗ് മെറ്റീരിയൽസ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ പാക്കിംഗ് ദ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ബ്രിങ്ങിങ് ദെം ടു ദ ഷോപ്പ് ഓർ കൺവേർട്ടിംഗ് ദെം ആസ് സെയിലബിൾ കണ്ടീഷൻ ആർ ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തു, അതിനെന്താ പാക്ക് ചെയ്യുന്നു. മനസ്സിലായില്ല? അത് എന്ത് എക്സ്പെൻസാണ്? ഡയറക്റ്റ് എക്സ്പെൻസസിലാണ് വരുന്നത്. ഇത് നമ്മൾ എന്ത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ കോട്ടൺ വേസ്റ്റ്, ഗ്രീസ്, എൻജിൻ ഓയിൽ എക്സെട്ര, ഇതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ്. കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ലൈക്ക് കോട്ടൺ വേസ്റ്റ്, അതായത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയുള്ള ഈ വേസ്റ്റുകൾ. ദെൻ അടുത്തത് ഫാക്ടറി എക്സ്പെൻസസ്. ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി റെൻറ്റ്, ഫാക്ടറി ഇൻഷുറൻസ്, ഫാക്ടറി ലൈറ്റിങ്, ഫാക്ടറി ഹീറ്റിംഗ്, ഇതെല്ലാം എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. ദെൻ അടുത്തത് GST, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതെന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മേലെ ചുമത്തുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂലൈ 1, 2017 അല്ലെ? എല്ലാ ഇൻഡയറക്റ്റ് ടാക്സസുകളെയും റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ബാക്കി ഉണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ലെവീഡ് ഓൺ എവരി അഡിഷൻ. ഇപ്പോൾ GST കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ GST എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഒരു നേഷന് മൊത്തത്തിലുള്ള ഒരു ടാക്സ് അല്ലേ, ഒരു വോൾ നേഷന് വേണ്ടിയിട്ടുള്ളതാണ്, യൂണിഫൈഡ് മാർക്കറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. The introduction of GST raised much hope that it would proclaim the emergence of a good and simple tax. ഇത് കൊണ്ടുവന്നതോടുകൂടി ഒരു നാഷണൽ ഒരു ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു. ഇനി ഒരു ബിസിനസ് GST രജിസ്റ്റേർഡ് അല്ല എങ്കിൽ
If the business is not a GST registered unit, the amount of GST paid on purchase of goods may form a part of the cost purchase or input. Hence, it automatically comes in the debit side of trading account. അപ്പം നമ്മളൊരു ബിസിനസ്സായി GST രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലി ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. GST കളക്ഷൻ അവിടെ ഇല്ല എങ്കിൽ. ഇനി അത് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ അതെന്ത് ചെയ്യും? If GST is given in the trial balance of a GST registered firm, credit balance in GST is to be treated as a liability and any debit balance should be treated as an asset. അതൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അതൊന്നും ഇമ്പോർട്ടൻ്റ് ഇല്ല, പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ഏതാണ്? ഇനി നമ്മൾ പറയുന്നത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. അതും കൂടെ ആകുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള എല്ലാം നമ്മൾ പറഞ്ഞു കഴിയും. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് മേ ബി ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗും ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് യൂഷ്വലി ഗിവൺ. നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഒരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്, അതും കൂടി നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റിൽ നമ്മൾ അക്കൗണ്ട് വരച്ചു അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് വരച്ചു. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് അത് എഴുതി. ദെൻ ഡെബിറ്റ് സൈഡ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് നമ്മളങ്ങനെ എന്ത് ചെയ്തു? വരച്ചിട്ട് നമ്മളറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം നമ്മൾ എന്താ എഴുതുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്താം? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? 14,000. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി. ആദ്യം നമ്മൾ എന്തെഴുതി? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അടുത്തത് ഇനി എന്താ എഴുതാനുള്ളത്? പർച്ചേസസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതിന് പർച്ചേസ് എത്രയെന്ന് എഴുതി? 36,000. അതിൽ നിന്നും നമ്മൾ കുറയ്ക്കാനുള്ള ഇതിൽ പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പർച്ചേസ് റിട്ടേൺ അതിൽ നിന്ന് കുറച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെ എടുത്തു കഴിഞ്ഞു? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളെടുത്തു അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളെടുത്തു, ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു, പർച്ചേസസ് എടുത്തു. അതിൽ നിന്ന് നമ്മൾ പർച്ചേസ് റിട്ടേണും കുറച്ചു. ഇനി ഈ സെയിൽസ് എവിടെയാണ് എഴുതാനുള്ളത്? സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും, സെയിൽസ് റിട്ടേൺ അതിൽ നിന്നും കുറയ്ക്കും. ഇനി അടുത്തത് വേജസ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ എഴുതും. ദെൻ ക്യാരേജ് ഇൻവേർഡ്സ് അതും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ എഴുതും. പവർ ആൻഡ് ഫ്യൂവൽ ഡയറക്റ്റ് എക്സ്പെൻസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ നമ്മൾ എഴുതാറ്. ഡയറക്റ്റ് എക്സ്പെൻസസുകളെല്ലാം നമ്മളിവിടെ എഴുതി. ക്യാരേജ് ഇൻവേർഡ്സ് എഴുതി, വേജസ് എഴുതി, പവർ ആൻഡ് ഫ്യൂൽ എഴുതി, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എഴുതി, സെയിൽസ് എഴുതി, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി. എന്നിട്ട് രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡായിരിക്കും കൂടുതൽ? ഓട്ടോമാറ്റിക്കലി ഈ സൈഡായിരിക്കും കൂടുതൽ. ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ് അല്ലേ. ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലേ. എമൗണ്ട് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് എഴുതി. എന്നിട്ട് ഇത് കൂട്ടി ബാലൻസ് ചെയ്ത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി 48,500 നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഗ്രോസ് പ്രോഫിറ്റും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞേക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.